പണിമുടക്കിന്റെ രണ്ടാം ദിവസവും കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവ് കാറ്റിൽ പറത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും 176 ജീവനക്കാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഹാജരായത്. MD നിർദ്ദേശം നൽകിയിട്ടും KSRTC നടത്തിയത് വളരെ തുച്ഛമായ സർവീസുകൾ മാത്രം. രാവിലെ തുറന്ന കടകൾ പലയിടത്തും സമരക്കാർ അടപ്പിച്ചു. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിലും ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു സംസ്ഥാനത്ത്. ഇന്നലത്തെ അപേക്ഷിച്ച് നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായിരുന്നുവെങ്കിലും KSRTC സർവീസ് നടത്തിയത് നാമമാത്രം. ചാലക്കുടിയിലും കൊല്ലത്തും സർവീസ് നടത്തിയ KSRTC ബസ്സുകൾ തടഞ്ഞു. ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടന്നു. വിവിധയിടങ്ങളിൽ വ്യാപാരികൾ രാവിലെ കടകൾ തുറന്നെങ്കിലും പണിമുടക്കുന്നവർ സംഘടിച്ചെത്തിയതോടെ അടയ്ക്കേണ്ടി വന്നു. കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന് ജീവനക്കാർക്ക് KSRTC MD ബിജു പ്രഭാകർ നിർദ്ദേശം നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. 4824 ജീവനക്കാരിൽ 176 പേർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഹാജരായത്. പെട്രോൾ പമ്പുകൾ തുറക്കുമെന്ന കളക്ടർമാരുടെ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. തുറന്ന പമ്പുകൾ പലയിടത്തും സമരക്കാർ അടപ്പിച്ചു. തിരുവനന്തപുരം ചാക്കയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോയ യുവാവിന് മർദ്ദനമേറ്റു. പേട്ട ജംഗ്ഷനിൽ വെച്ചാണ് ഞാൻ ഡെലിവറിക്ക് പോകുമായിരുന്നു. അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ വണ്ടി താക്കോൽ ഊരിയെടുത്തു. എന്തിനാണെന്ന് ചോദിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ കാര്യം പറയാതെ തന്നെ അവർ പുറകിൽ നിന്ന് ഫ്രണ്ടിൽ 15ഓളം വരുന്ന CPIM പ്രവർത്തകരാണ് എന്നെ അടിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊച്ചി അമ്പലമുകളിലെ BPCL-ൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ ഇന്നും തടഞ്ഞെങ്കിലും പിന്നീട് കടത്തിവിട്ടു. കഞ്ചിക്കോട് ബെമലിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ മടക്കി അയച്ചു. കോട്ടയം ചിങ്ങവനത്ത് SBI സമരക്കാർ അടപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനം. തമ്പാനൂരിൽ നിന്നും കളിക്കാവിളയിലേക്ക് പോയ ബസ്സിലെ ജീവനക്കാർക്ക് നേരെയാണ് സമരാനുകൂലികൾ മർദ്ദനം അഴിച്ചുവിട്ടത്. കണ്ടക്ടർ ശരവണ്ണ പരിക്ക് പറ്റി. വിവരങ്ങളുമായി ഉമേഷ് ആണ് ചേരുന്നത്. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് കളിക്കാവിള പോകുന്ന വഴി പാപ്പനംകോട് വെച്ചായിരുന്നു അക്രമസംഭവം ഉണ്ടായത്. പാപ്പനംകോട് വെച്ച് സമരാനുകൂലികൾ ബസ് തടഞ്ഞു. ബസ് തടഞ്ഞ ശേഷം ബസ്സിലെ യാത്രക്കാരെ ഇറക്കി. ബസ് തടഞ്ഞ സമയത്ത് തന്നെ ബസ്സിലേക്ക് കയറിയ സമരാനുകൂലികൾ ആദ്യം കണ്ടക്ടറെ മർദ്ദിച്ചു, പിന്നെ ഡ്രൈവറെ മർദ്ദിച്ചു. ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡ്രൈവർ സജ്ജി, കണ്ടക്ടർ ശരവൺ എന്നിവരെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് ഇവർ ബസ് യാത്ര പോയത്. കൂടുതൽ പേരും ട്രെയിനിലും മറ്റും വന്ന് ഇറങ്ങിയ ശേഷം തമിഴ്നാട്ട് ബോർഡറിലേക്ക് പോകാൻ വേണ്ടി കാത്തുനിന്നവരായിരുന്നു. കുറച്ചുപേർ RCCയിലും മെഡിക്കൽ കോളേജിലും അടക്കം ചികിത്സയ്ക്ക് വേണ്ടി വന്നവരായിരുന്നു. ഇവരെ പോകാൻ വേണ്ടിയാണ് തമ്പാനൂർ ബസ് യൂണിറ്റിൽ നിന്ന് ഒരു ബസ് അനുവദിക്കുകയും അതിന് പോലീസ് സുരക്ഷ കൊടുക്കുകയും ചെയ്തത്. പക്ഷേ പോലീസ് സുരക്ഷയിൽ വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഈ അക്രമം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് മർദ്ദനമേറ്റവർ പറയുന്നത്. എങ്കിലും ഈ വിഷയത്തിൽ ആ സമയത്ത് പാപ്പനംകോട് തന്നെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് എത്തി സമരക്കാരെ മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഡ്രൈവർക്കും കണ്ടക്ടർക്കും മർദ്ദനമേറ്റു. ഇരുവരെയും ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക്. ഈ അക്രമം അയച്ചുവിട്ടവർക്കെതിരെ നിയമ നടപടി വല്ലതും എടുത്തിട്ടുണ്ടോ പോലീസ് എത്തിയതിനു ശേഷമെങ്കിലും? നിലവിൽ നിയമ നടപടി എടുത്തിട്ടില്ല. സ്വാഭാവികമായി ഇതിന് KSRTCയിൽ നിന്ന് പരാതി കൊടുക്കും. പരാതി കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടാൽ അറിയുന്നവർക്കെതിരെ എടുക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. നിലവിൽ പരാതി പോയിട്ടില്ല. പരാതി എത്തിയതിനനുസരിച്ചായിരിക്കും പോലീസ് കേസെടുക്കുന്നത്. അധിക സർവീസ് നടത്തണം എന്നൊക്കെ പറഞ്ഞത് KSRTC MD തന്നെയാണ്. വല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ KSRTCയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട്? KSRTCയിൽ അധിക സർവീസ് നടത്തുമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം 52 സർവീസ് നടത്തി. ഇന്ന് 106 സർവീസ് നടത്തി. അതായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ മെച്ചമുണ്ട്. 106 സർവീസിലേക്ക് നടത്തി. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ സർവീസ് അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള സർവീസ് അങ്ങനെയൊന്നും നടത്താൻ കഴിയില്ല. പ്രധാനമായി പോലീസിന്റെ സുരക്ഷ അത്രത്തോളം നന്നായി ലഭിച്ചില്ല എന്നുള്ളതാണ്
ഇവർ പറയുന്നത്. ഔദ്യോഗികമായി ഈ അക്രമ സംഭവത്തിൽ ഒരു വിശദീകരണവും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ സർവീസുകൾ നടത്താത്തതിന് അവർ കാരണമായി പറയുന്നത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിച്ചു. ഇത്തരത്തിൽ എല്ലാ ബസ്സിലും സുരക്ഷ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് നടന്നില്ല. കൂടാതെ സർക്കാർ ഓഫീസുകളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ റോഡ് സൈഡുകളിലോ സർക്കാർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ആരും കാത്തു നിന്നിരുന്നില്ല. പലരും സർക്കാർ ഓഫീസുകളിലേക്ക് പോയവരെല്ലാം സ്വന്തം വാഹനം ഉപയോഗിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ കൂടുതൽ സർവീസ് നടത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ആശുപത്രികളും RCC അടക്കമുള്ള ചികിത്സാ കേന്ദ്രങ്ങളും മാത്രം കേന്ദ്രീകരിച്ചത് ഇന്നും സർവീസ് നടത്തേണ്ടി വന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് അക്രമം ഉണ്ടായ വിഷയത്തിൽ പരാതി കൊടുക്കുന്നതിനനുസരിച്ച് തുടർ നടപടി ഉണ്ടാകും. ആക്രമിക്കപ്പെട്ടവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഇന്നത്തെ സർക്കാരിൻ്റെ ഉത്തരവ് തന്നെയുണ്ട്, ജോലിക്ക് എല്ലാവരും ഹാജരാകണമെന്നും എല്ലാവർക്കും നല്ല സൗകര്യം ഒരുക്കണമെന്നും സർക്കാർ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജോലിക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾ ജോലിക്ക് വരുന്നത്. ഞങ്ങൾ ജോലിക്ക് നിയോഗിക്കുമ്പോൾ നമ്മുടെ തമ്മ ഡിപ്പോയിൽ ക്യാൻസർ പേഷ്യൻറ്റുകൾ അതുപോലെ ഒരുപാട് ഒത്തിരി ബുദ്ധിമുട്ടിയ ആൾക്കാർ നിൽപ്പുണ്ട് അവിടെ. അവരെ കൊണ്ടുപോകാൻ നമ്മൾ പറഞ്ഞാൽ അവർ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. അവരെ നമ്മൾ ബോർഡറിലെങ്കിലും എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ അവരെയും കൊണ്ട് കളിക്കുള്ള വിടാൻ വേണ്ടി വരുന്നത്. ഈ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡിപ്പോയിൽ നിന്നും ഇതിനെ എതിർക്കുന്ന ശക്തികൾ ഇതിൻ്റെ നമ്മുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തായിരിക്കും നമ്മൾ കണ്ടത്. നമ്മുടെ വണ്ടി കയറിയിട്ട് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്രമിക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് അവർ നമ്മൾ വരുന്നത്, നമ്മൾ ആക്രമിച്ചത്. പാപ്പനംകോട് ഡിപ്പോയിലെത്തി ആ ഡിപ്പോയുടെ ഫ്രണ്ടിൽ വെച്ചാണ്. നമുക്കൊപ്പം എസ്കോർട്ടായിട്ട് പോലീസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ വെറും പാവകളാക്കിക്കൊണ്ടാണ് അവർ നമ്മൾ ആക്രമിച്ചത്. ഞാൻ ഡ്രൈവർ സൈഡിലാണ്, ഡോർ തുറക്കാൻ എളുപ്പത്തിലാണ്. പെട്ടെന്ന് വന്ന് അവർ ഡോർ തുറന്ന് എന്നെ ഷോൾഡർ മുതൽ താഴോട്ടുള്ള ഭാഗത്ത് അവർ ഒരുപാട് ഉപദ്രവിച്ചു. എൻ്റെ പേഴ്സണൽ ചാവി ഉൾപ്പെടെ എൻ്റെ ഉണ്ടായിരുന്നു. അതുൾപ്പെടെ അവർ വലിച്ചു പറിക്കുന്ന ഭാഗമായിട്ട് എൻ്റെ ബെൽറ്റ് ഉൾപ്പെടെ വലിച്ചു പിടിച്ച് താഴെ ഇട്ടു. ഞാൻ ഒരു പക്ഷേ താഴെ വീണ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയേനെ. ആ ഒരവസ്ഥ, ഒരു ഭീകരാവസ്ഥയിൽ എനിക്ക് ഇപ്പോഴും കരകയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഞാൻ താഴെ വീണ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെന്നെ കൈയും കാലം അടിച്ചു പിടിച്ചേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയേനെ. അങ്ങനെ എൻ്റെ കുടുംബത്തിന് ആരും നോക്കും? എനിക്കൊരു കൊച്ചു മോളമുള്ളത്, ആരും നോക്കുന്ന? അതിനൊരു തൊഴിലാളി സ്നേഹം പോലും ഇല്ലാത്ത പ്രവർത്തനമാണ് തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഞാനൊരു രാഷ്ട്രീയവർഗത്തിനല്ല, പക്ഷേ ഒരു തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവം, ഒരു സമരം എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ കൂടെ നിൽക്കണം. ഇതല്ല ഇത്. നമ്മളെ ആക്രമിക്കുക എന്ന മനോഭാവമാണ് അവർക്കുള്ളത്. ഞാൻ താഴെ വീണ് ചിലപ്പോൾ പറഞ്ഞ ഉറപ്പായിട്ടും ചിലപ്പോൾ ഞാൻ ഒരു മരണത്തിന് കിടങ്ങേണ്ട അവസ്ഥ. അത്ര ഒരു ശക്തമായിട്ട് ചീത്തവിളിയും അടിയും ഒക്കെ ചെയ്തു. അപ്പോൾ സാധാരണപ്പെട്ട അവസ്ഥ എന്തായിരിക്കും? ഒരു പോലീസ് സംരക്ഷണത്തിൽ ജോലി ചെയ്യേണ്ട ഒരു ഉത്തരവാദപ്പെട്ട ഒരു ജീവനക്കാരനാണ് എനിക്ക്. എൻ്റെ അവസരങ്ങൾ സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ അറിയുന്ന സഹപ്രവർത്തകരാണോ അല്ലെ എനിക്ക് അറിയില്ല. കാരണം അതിനുള്ള ഒരു അവസരം പോലും തരുന്നില്ല. മാനസികമായി പോലും നമുക്ക് ഒരു ബാലൻസ് കിട്ടുന്ന അവസ്ഥയിലല്ല. അത്രയ്ക്ക് നമ്മളവർ ശരിക്കും ഉപദ്രവിക്കണത്. അപ്പോൾ നമുക്ക് പരിചയക്കാരാണോ അല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തുപ്പ എന്നെ ഒരു തുപ്പല്ല, എന്നെ അടിക്കണത് എൻ്റെ സഹപ്രവർത്തകൻ്റെ കൂടെ നിന്ന് കണ്ടക്ടറാണ് തുപ്പിയത്. കാര്യം പുള്ളിക്ക് പുറത്തിറങ്ങാൻ അല്ലെ പുള്ളി നേരിട്ട് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് പുള്ളിക്കാരനെ അവർ കൊടി വെച്ച് അടിക്കുന്നതൊക്കെ ആ അടിയൊക്കെ പറ്റാത്തതുകൊണ്ടാണ് ആൾ എത്തി അതേപോലെ ഷട്ടറിന് മേളിൽ കൂടിയാണ് പുള്ളി അടിക്കുകയും തുപ്പുകയൊക്കെ ചെയ്യുന്നത്. ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുപ്പിയതാണ്. കമ്പ് വെച്ച് അടിക്കുകയും എനിക്കിവിടെ മുറിവേൽക്കുകയും പിന്നെ മുറിവേൽക്കുകയും കയ്യിൽ മുറിവേൽക്കുകയും അത് വേറൊരാൾ ഓടി വന്ന് തുപ്പുകയും പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറൊരാൾ എത്തി അടിക്കുകയും ചെയ്യും. ആ അടിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. മുഖത്ത് കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ചാണ് ചാടി ഇടിച്ചത്. ടയറിൽ ചവിട്ടി ചാടി ഇടിച്ചപ്പോഴത്തേക്കും ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നെ ഇത് അവർ നമ്മൾ ആക്രമിക്കണമെന്നുള്ളത് 100% ഉറപ്പിച്ചു വന്നു. കാരണം കൈമന എത്തുമ്പോഴത്തേക്ക് തന്നെ ഈ മോബ് ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. കൈമന എത്തുമ്പോൾ തന്നെ ഇവർ ഫ്രണ്ടിലോട്ട് നടന്ന് നമ്മളെ തടയാൻ കണക്കാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കണ്ടു. അതിൽ ഞങ്ങളുടെ പാപ്പനംകോടുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾക്ക് കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റും. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പിന്നെ ഇത് പ്രൈമറി ആയിട്ട് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ശാന്തികുളം ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ നിന്ന് റെഫർ ചെയ്ത് ഇങ്ങോട്ട് വരികയും ചെയ്തു. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളുകളാണ്. നമ്മുടെ സർവീസ് തുടങ്ങുന്നതിന് മുമ്പേ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. നിങ്ങളുടെ ഈ ടിപ്പോ ചാർജ് ആയ പുള്ളിക്കാരന് സർക്കാർ പറഞ്ഞല്ലോ ജിയോ ഇറക്കിയിട്ടാണ് നിങ്ങൾ ജോലി. അതെ, അതിന്റെ ഉദ്യോഗസ്ഥൻ എന്നല്ലേ അദ്ദേഹം എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ സർവീസ് നടത്തിയത്. ആദ്യം ഒരു കൊല്ലം സർവീസ് പോയി, രണ്ടാമത് ഒരു കൊട്ടാരക്കരയ്ക്ക് പോയപ്പോൾ കൊട്ടാരക്കരയുടെ ഒരു വണ്ടി പോയത് കൊണ്ട് ഞങ്ങളെ കളിയാക്കാവിളയ്ക്ക് പോകാൻ പറഞ്ഞു. കളിയാക്കാവിളയ്ക്ക് വണ്ടി കൊണ്ട് പിടിച്ചപ്പോഴത്തേക്ക് ആളില്ലായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരയിലുള്ള ഒരു പേഷ്യൻറ്റിനെ കൊച്ചിനെയും കൊണ്ടുവന്നു. കൊച്ചു ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോലെ ഒരു ചാനൽ ആരുടെ അയാൾക്ക് കൊച്ചു ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ആളെ വണ്ടി കയറ്റിയിട്ടത്.
ഈ അവസ്ഥ മനസ്സിലാക്കണം. ആർ സി സിന്ന് വന്ന ഒരു കുട്ടിയെ കൊണ്ട് വന്നതാണ്. അപ്പൊ അത് മനോരമ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ആ മനോരമ ചാനൽ വന്നപ്പോഴൊരു കൊച്ചിന് ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വണ്ടി കേട്ടിട്ട് ആ കുട്ടി ഇന്ന് രാവിലെ കണ്ട് ആഹാരം കഴിച്ചിട്ടാണ് അവിടെ പോയത്. അവിടെ പോയ സമയത്ത് ഈ ചാനലുകാർ ചോദിക്കുന്നുണ്ട് ആഹാരം കഴിച്ചു. രാവിലെ മാത്രമേ ഭക്ഷണം കഴിച്ചു, ഇവിടെ എങ്ങും ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ കൊച്ചിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന് പിന്നെ ആ വണ്ടി നിർത്തിയിട്ട് അവിടെ പോയി ജയിൽ ചപ്പാത്തി മേടിച്ച് കഴിക്കുന്നവരെ അവിടെ നിർത്തിയതിന് ശേഷം ആ കുട്ടിയെ കൊണ്ടാണ്, കാരണം ഇവർക്ക് ഇനി മധുര പോകാനുള്ളവരാണ്. പിന്നെ ഇത് പോയി കഴിഞ്ഞ ബസ്സില്ല. അതുകൊണ്ട് 15 മിനിറ്റോളം ആ കുട്ടിയെ ആഹാരം കഴിച്ചു വരുന്നവരെ പ്രതീക്ഷിച്ചതിന് ശേഷമാണ് ഇവർ ആ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ് അത്രയും താമസിച്ചതിന് അവിടെ നിന്ന് പോയത്. അവിടെ നിന്ന് വിട്ടതിന് ശേഷം അവർ, കാരണം ആ കുഞ്ഞ് ആഹാരം കഴിച്ചു വരുന്നവരാണ്, കാരണം ഒരു പൊടി കുഞ്ഞാണ്. ആ കുഞ്ഞ് ഇന്നലെ കണ്ട് ആർ സി സിയിൽ വന്നതാണ്. ആർ സി സി വന്നിട്ട് പോകുന്ന വഴി രാവിലെ കണ്ട് ഭക്ഷണം കഴിച്ചോളെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ തന്നെയാണ് ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നത്. ജയിൽ ചപ്പാത്തിയാണ് മേടിച്ചത്. ആ കഴിക്കുന്നവരെ വണ്ടി ആ കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് നിന്ന് അതിനുശേഷമാണ് പോയത്. അപ്പൊ ഇനി ഇപ്പൊ അതിന് പോകാനും കഴിഞ്ഞിട്ടില്ല. പാപ്പനംകോട് വരെ എത്തിയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കാം, നമ്മള് അത് പോകാൻ പറ്റി കഴിഞ്ഞു. വണ്ടി ഇപ്പൊ തടഞ്ഞില്ലേ, വണ്ടി കണ്ടക്ടർ കുഞ്ഞ് വന്നില്ലേ. ഇപ്പൊ വണ്ടി പാപ്പനംകോട് ഇപ്പോഴല്ല പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത്ര ഒരു മാനുഷികമായ ഒരു പരിഗണന പോലും നൽകാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് പാടൂർ KSEB ഓഫീസിൽ ജോലിക്കെത്തിയവരെ സമരക്കാർ മർദ്ദിച്ചെന്ന് പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന് നേതൃത്വം നൽകിയവർ പാടൂർ CPM ലോക്കൽ സെക്രട്ടറിയാണെന്നാണ് ആരോപണം. പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ബോബി, ഇന്ന് 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പാടൂർ KSEB സെക്ഷൻ ഓഫീസിൽ അവിടെ 8 ജീവനക്കാരായിരുന്നു ഇന്ന് ജോലിക്ക് എത്തിയിരുന്നത്. ആ സമയത്ത് CPM പ്രാദേശിക നേതാക്കളാണ് അക്രമം നടത്തിയത് എന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. 8 പേർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ കുഞ്ഞു മുഹമ്മദ്, ഓവർസിയർ മനോജ്, അതോടൊപ്പം തന്നെ മറ്റു ജീവനക്കാരായ ആറുമുഖൻ, അഷറഫ്, കുട്ടപ്പൻ, രാമൻകുട്ടി, സഞ്ജയ് തുടങ്ങിയ ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓഫീസിൽ കയറിയവർ ഓഫീസ് സാമഗ്രികൾ നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഇപ്പോൾ ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അഷ്റഫ് KSEB ഉദ്യോഗസ്ഥർ ചേരുന്നു. ശ്രീ അഷ്റഫ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഞങ്ങൾ 8ഓളം സ്റ്റാഫുകൾ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ സാർ, കേൾക്കാം. 8ഓളം സ്റ്റാഫുകൾ ഓഫീസിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു 10-12 മണി വരെ നമുക്ക് വർക്ക് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ കമ്പി ഹോട്ടലും പോസ്റ്റ് മറിയലൊക്കെ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഒക്കെ തീർത്ത് ഞങ്ങൾ ഒരു 12:30യോടുകൂടി ഓഫീസിൽ എത്തുമ്പോൾ ഇവരൊരു 10-40 പേരോളം ഓഫീസിൽ ഒരു CITന്റെ ആൾക്കാരാണ് കയറി വന്നത്. ഓഫീസിൽ കയറി വരികയും നമ്മളുടെ ഓഫീസിലെ എല്ലാ മുതലും നശിപ്പിക്കുകയും AE, ഓവർസീയർ, വർക്കർമാര്, ലേമാൻ ഉൾപ്പെടെ സകല ആൾക്കാരിനെയും തല്ലുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെ പരിക്കുണ്ടോന്നല്ലോ? പരിക്ക് പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ പരിക്ക് പറഞ്ഞു വെച്ചാൽ ഇവര് കൈവച്ച് കുത്തി ശരീരത്തിൽ കുത്തുകയും പിന്നെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് റിസൾട്ട് ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോ എല്ലാവരും ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. നിങ്ങളൊരു 8 പേരുണ്ടായിരുന്നില്ല, അവര് 10-40 പേരുണ്ടായിരുന്നു അല്ലേ? അവരൊരു 40 പേരോളം ഉണ്ടായിരുന്നു. ഇത് കയറി വന്ന ഉടനെ അങ്ങോട്ട് തല്ലായിരുന്നോ? അതെ, കയറി വന്ന് ഒരു ഇതില്ല. നിങ്ങൾ എങ്ങനെ ഈ പണിമുടക്ക് സമയത്ത് നിങ്ങൾ പണിയെടുക്കും എന്നുള്ളതാണ് അവർ ചോദിച്ചത്. കാരണം നമ്മളെ വെച്ച് ഇതൊരു അവശ്യ സർവീസാണ്. നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പോലീസുകാരനെ പോലെയാണ്. അപ്പൊ അത് ഇവര് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുമ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മളിവിടെ മുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് പോകും. കാരണം അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ. കാരണം ഇവിടെ നമ്മുടെ പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വഭാവം മാറുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതുമാതിരിയല്ല, പ്രതികാരം ഇതിനേക്കാളും മോശം. അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചെങ്കിലും സ്റ്റാഫുകൾ സഹകരിച്ചിട്ട് വന്നത്. നമുക്ക് ഈ ഇങ്ങോട്ട് വരണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇങ്ങനത്തെ ഇടങ്കേട് വരണ്ട പറഞ്ഞിട്ട് നമ്മൾ പരമാവധി സപ്ലൈ കൊടുക്കാന്നുള്ള ബേസിലാണ് ഇവിടെ വന്നത്. ഇതിപ്പോ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് ഇപ്പൊ ഇവിടെ കിട്ടിയത്. നാട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യട്ടെ വെച്ച് വന്നത് ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അതെ, തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അടി തന്നെയാണ്. കാരണം ഓഫീസില് വല്ലാത്തൊരു ക്ഷീണമാണ് വായിച്ചിരിക്കുന്നത്. കാരണം 1-2 വ്യക്തികളുടെ ഇത് നോക്കി നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും തല്ലിയിരിക്കാം. വന്നിട്ട് എല്ലാവരിനെയും അപ്രന്റീസ് ആയിട്ട് താൽക്കാലികമായിട്ടൊരു ജീവനക്കാരനെ വെച്ച് അവനടക്കം തല്ലുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെറിയ ചെക്കൻ. ഇതിപ്പോ നിങ്ങൾ നേരത്തെ അറിയാവുന്നല്ല, പ്രദേശത്തുള്ള ആൾക്കാരനെയാണോ വന്ന് തല്ലിയത്? പ്രദേശത്ത് കംപ്ലീറ്റ് നമ്മുടെ ഓഫീസ് സെക്ഷന്റെ കീഴിലുള്ളവർ, അതുപോലെ മാത്രമല്ല കംപ്ലീറ്റ് അറിയുന്നവരാണ്. അല്ല, ഇതിപ്പോ പോലീസ് വല്ലതും ഉണ്ടായിരുന്നു അവിടെ? പോലീസ് 2 ഉണ്ടായിരുന്നു. അവരൊരു 12:45 ഞങ്ങൾ മോളിക്ക് പോകുന്ന സമയത്ത് അവരുണ്ടായിരുന്നു. അപ്പോൾ ഇവര് 12:45 കയറി വരുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരിനെ ഞാൻ താഴെ വന്ന് നോക്കുമ്പോൾ 2 കാണാനില്ല. ഇവര് ഞങ്ങളെ തല്ലിയ അവിടെ നിന്ന് മുകളിൽ നിന്ന് ആട്ടി കൊടുക്കുകയാണ് ചെയ്തത്.
എല്ലാവരും തല്ലി അവിടെ നിന്ന് താഴെ ആക്കിയിട്ട് ഇനി ഓഫീസിൽ കയറി അപ്പോഴുള്ളൂ, ഓഫീസ് അടച്ചു പൂട്ടിക്കോളൂ, ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴുള്ളൂ, പണിമുടക്കം നിങ്ങൾക്ക് സാഹചര്യം അപ്പോഴുള്ളൂ. ദൃശ്യം എനിക്ക് കാണാം. അതെന്ന് തോന്നുന്നു ഒരു ഓഫീസ് മുഴുവൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങളടക്കമുള്ള 8 പേര് തല്ലി ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു കേസുണ്ടോ? കേസ് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എന്തായാലും നമ്മുടെ കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോലീസൊക്കെ വന്ന് എൻക്വയറി ഒക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എയ്ക്കൊക്കെ നല്ല അടിയുണ്ട്, കാരണം അയാൾ അടുത്ത മാസം റിട്ടയർഡ് ആവുന്ന ആളാണ്, ഒരു പ്രായം ചെന്ന ആളൊക്കെയാണ്. ഇപ്പൊ എന്താ ചെയ്യണമെന്നുള്ളത് അറിയില്ല. എന്തായാലും കേസ് ആവും, കാരണം എല്ലാവർക്കും നല്ല അടിയാണ്, നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഒരാള് അറ്റാക്ക് പേഷ്യന്റും കൂടിയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. ഇതൊന്നും നോക്കാതെയാണ് ഇപ്പൊ റിട്ടയർ ആവാൻ ഒരു മാസം പറയാനുള്ള ഒരു അവസരമില്ല. നമ്മൾ ഒരു കാര്യം പറയാനുള്ള ഒരു അവസരമില്ല. നിങ്ങൾ എങ്ങനെ പണിക്ക് വരും എന്നുള്ളത് ചോദിച്ചിട്ടാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം തന്നിട്ടില്ല. ഓഫീസിൽ സകല സാധനം, മേശ ഉൾപ്പെടെ സകല സാധനം, കമ്പ്യൂട്ടറിന്റെ CPU ഉള്ള ഒരുപാട് ഐറ്റങ്ങൾ, തല്ലി തത്ത ഫെയില്, എനർജി മീറ്റർ, അങ്ങനെ കുറെ ഐറ്റങ്ങൾ, ജനൽ ചില്ല്, ഇതൊക്കെ എല്ലാം തകർത്തിരിക്കുകയാണ്. അഷ്റഫ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നന്ദി അഷ്റഫ്, ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. പ്രസാദ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടെടുത്തോളം പ്രസാദ് കൂടി മനസ്സിലാക്കുന്നുണ്ട്, ഈ വന്നവർക്കെതിരെ ആർക്കെങ്കിലും ഒരു കേസെടുക്കുകയോ പോലീസ് നടപടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഗോപി, ഇപ്പോൾ ഈ പോലീസ് ഇവരിൽ നിന്ന് മൊഴി എടുത്തതേ ഉള്ളൂ. എന്തായാലും ഇതിൽ പേര് പറയുന്ന ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുമെന്ന് തന്നെയാണ്. വരും മണിക്കൂറുകളിൽ അതിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരാതിയിൽ പറയുന്നത് പാടൂർ CPM ലോക്കൽ സെക്രട്ടറി പ്രമോദ് ഉൾപ്പെടെയുള്ള ഈ കണ്ടാലറിയുന്ന 20ഓളം പേരാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത് എന്നതാണ്. എന്തായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അഷ്റഫ് പറയുന്നത് സർക്കാർ ഓഫീസാണ് അടിച്ചു പൊളിച്ചിട്ടിട്ടുണ്ട്. അതെ, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അവിടുത്തെ ഫർണിച്ചർ സാമഗ്രികളും അതോടൊപ്പം തന്നെ KCB ജീവനക്കാർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റും അതെല്ലാം താഴേക്ക് വലിച്ചിടുകയും നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ ആണ് ആ ഓഫീസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ ആളുകൾക്കെതിരെയുള്ള കേസ് ഇവരുടെ മൊഴി എടുത്തതിന് ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഈ പറയുന്ന സമരാനുകൂലികൾ വല്ല വിശദീകരണം നൽകിയിട്ടുണ്ടോ? കാരണം റിട്ടയർ ചെയ്യാൻ ഒരു മാസം പ്രായമായ ആളൊക്കെ എത്ര കൈവച്ചത്? നിലവിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ സമര അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വരും സമയങ്ങളിൽ അതുണ്ടാകും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ സാധാരണ സമരാനുകൂലികൾ വന്ന് സമരവുമായി സഹകരിക്കണം എന്നെല്ലാം പറയുന്നത് നമ്മൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ സഹകരിക്കുകയും അവരവരെ പണി കഴിഞ്ഞിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ അഷ്റഫ് എന്ന അദ്ദേഹം പറഞ്ഞു കേട്ടെടുത്തോളം എന്തൊരു തോന്നിവാസം അവർ കാണിച്ചത്. ഇത് വളരെ മോശമായ രീതിയിൽ ആ ഓഫീസിലേക്ക് അകത്ത് കയറുന്ന അഷ്റഫ് പറയുന്ന പോലെ അവിടെ സാധാരണ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ആളുകളെ പോലും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എല്ലാവരെയും, അതായത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ ജോലി ചെയ്യുന്ന, അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത KCB ജീവനക്കാർ കൂടി അതിനകത്തുണ്ട്. അതായത് ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന 1-2 ആളുകൾ കൂടി ഇവരെ മർദ്ദിച്ച സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പണിമുടക്ക് നേരിടാൻ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും ഹാജർ നില വളരെ കുറവായിരുന്നു. ഡയസ്നോൺ വകവയ്ക്കുന്നില്ലെന്നാണ് സർവീസ് സെക്രട്ടറികൾ പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ ആകെ ഹാജരായത് 176 പേരാണ്. ഇടവേള. നടൻ ദിലീപിനെയും ബാലേന്ദ്രകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ബാലേന്ദ്രകുമാറിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി. രാവിലെ 10:30യോടെയാണ് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അനീഷാണ് ചേരുന്നത്. അനീഷ്, വിവരങ്ങൾ. ഗോപി, രാവിലെ 10:30 മുതലാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഇതിനുശേഷം ഉച്ചതിരിഞ്ഞാണ് ബാലേന്ദ്രകുമാറിനെ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് ദിലീപ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ കാണുന്നത് താൻ കണ്ടു എന്നായിരുന്നു. എന്നാൽ ദിലീപ് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതടക്കമുള്ള തെളിവുകൾ പോലീസ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇതും ദിലീപ് നിഷേധിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബാലേന്ദ്രകുമാറിനെ നേരിട്ട് പോലീസ് ക്ലബിലേക്ക് എത്തിച്ചിരുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടും വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും ഇരുവരെയും മാറി മാറി ചോദ്യം ചെയ്തെങ്കിലും ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടന്നിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ബാലേന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കേസിൽ VIP എന്ന് വിശേഷിപ്പിച്ചിരുന്ന നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിനെ കാണിച്ചു കൊടുത്ത കൈമാറിയ VIP എന്ന പേരിൽ അറിയപ്പെടുന്ന ശരത്തിനെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് സ്റ്റേഷനിൽ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അവിടേക്കും ഒരുപക്ഷെ ബാലേന്ദ്രകുമാറിനെ എത്തിക്കുമെന്ന ചില സൂചനകളും ഉണ്ട്.
കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിൽ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം ഒഴിവാക്കി ടാർ ചെയ്ത സംഭവത്തിൽ നടപടി. ടാർ ചെയ്യാത്ത ഭാഗങ്ങളിൽ ടാറിംഗ് തുടങ്ങി. നേരത്തെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ മാറ്റാതെ ടാറിംഗ് നടത്തി തൊഴിലാളികൾ മടങ്ങുകയായിരുന്നു. സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, ടാറിങ്ങിൻ്റെ ഒരു സവിശേഷ മാതൃക നമ്മൾ കണ്ടത് ഏതായാലും ഇവിടെയായിരുന്നു. അതിൽ രാവിലെ സിജോ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ അബദ്ധം മനസ്സിലാക്കി അവർ അത് തിരുത്തി. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഗോപി പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. നമ്മൾ റോഡിലൊക്കെ ഈ പോസ്റ്റുകൾ നിർത്തിയിട്ട് ചെയ്തിട്ട് പോകുന്ന കാണാം. അത്തരം ടെലിഫോൺ പോസ്റ്റുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. KSEBയുടെ അനുമതി വേണം, അത്തരം കാര്യങ്ങൾ വേണം. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ മാറ്റാതെ അതിൻ്റെ ചുറ്റും ടാർ ചെയ്തതിന് ശേഷം അത് പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ന്യൂസ് 18 വാർത്ത നൽകി 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രദേശം മുഴുവൻ ടാർ ചെയ്തിട്ടുണ്ട്. കാണുന്നതാണ് നേരത്തെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലം. അവിടെ ടാറിങ് നടത്തിയിട്ടുണ്ട്. അതുപോലെ 4 ഇടങ്ങളിലാണ് തൊട്ട് മുൻപിലായുണ്ട്. അങ്ങനെ റോഡിൻ്റെ നേരെ എതിർവശത്തും ഉണ്ട്. അത്തരത്തിൽ 4 ഇടങ്ങളിലാണ് ടാറിങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ കടന്ന ഒരു കാറായിരുന്നു. ആ കാറ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറം തന്നെ ഒരു ട്രാവലറുണ്ട്. ആ 2 വണ്ടികളും മാറ്റി അതിനുശേഷം ഈ ടാറിങ് പൂർത്തിയാക്കിയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ കരാറുകാരനുമായി സംസാരിച്ചപ്പോൾ കരാറുകാരൻ പറയുന്നത് ഇത് അടുത്ത ലെയർ വരുന്നുണ്ട്. അടുത്ത ലെയർ വരുമ്പോൾ ഇത് ഒരുമിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ ഇട്ടിട്ട് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൗൺസിലർ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കൗൺസിലർ ഇക്കാര്യം നിഷേധിക്കുന്നു. കാരണം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് എന്ന് ടാർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാഹനങ്ങൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചേനെ എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കരാറുകാരൻ ഈ കൗൺസിലർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാറ്റണമെന്നുള്ളൊരു കാര്യം പോലീസിനെ അറിയിക്കണം. പോലീസ് അതിനുള്ള നിർദ്ദേശം നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാറ്റേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ ഇത്തരം നടപടികളൊന്നും ഇതിലും ഉണ്ടായില്ല. എന്തായാലും കേരളത്തിൽ ഒരിടത്തും നടക്കാത്തൊരു ടാറിംഗ് രീതിയാണ് എന്തായാലും ഇന്ന് കൊച്ചിയിൽ കണ്ടിരിക്കുന്നത്. അത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു നടപടിയാണ്. എന്തായാലും വാർത്ത വന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടവരുടെ വാർത്ത നൽകിയതിന് ശേഷം നമ്മൾ മേയർ M. അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം അടിയന്തര നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചു. തുടർന്നാണ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആലുവയിലുള്ള മേരി സദൻ എന്ന കമ്പനിയാണ് ഇതിൻ്റെ കരാറ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത്. അവരെ അപ്പോൾ തന്നെ വിവരങ്ങൾ അറിയിക്കുകയും ഉടൻ തന്നെ ഇവിടെ ജീവനക്കാരെത്തി ഇതിൻ്റെ ടാറിംഗ് പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി കുറച്ച് പണി കൂടിയുണ്ട്. അടുത്ത ലെയർ ഉണ്ട്. പ്രധാനപ്പെട്ട റോഡാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി തുടർ ലെയറുകൾ ഉണ്ടാവും. അതിൻ്റെ നടപടികളും വേഗത്തിൽ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ഒരു വിചിത്രമായൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ടത്. എന്തായാലും വാർത്ത വന്നതിന് ശേഷം അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുകയാണ്. സിജോയാണ് വിവരങ്ങൾ നൽകിയത്. IPL ആവേശം. IPL രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ആദ്യ മത്സരം. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാന്റെ എതിരാളികൾ. സഞ്ജു സാംസൺ നായകനായ ശേഷം രാജസ്ഥാന്റെ 2ാം സീസൺ ആണ് ഇത്. രാത്രി 7:30 മുതൽ പൂനെയിലാണ് കളി. ഇത്തവണ പൂനെയിലെ ആദ്യ മത്സരമാണിത്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ 7ാമതും ഹൈദരാബാദ് ഏറ്റവും അവസാന സ്ഥാനത്തും ആയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.